ഓണസദ്യയിലെ പ്രധാന കറിയായ കൂട്ടുകറിയൊന്നും ഉണ്ടാക്കാം നമുക്ക്. സദ്യ വിളമ്പുമ്പോൾ ഇലയുടെ വലതുവശത്ത് ആദ്യം വിളമ്പുന്ന കറിയാണല്ലോ കൂട്ടുകറി. അതിനായി ചേനയും കുമ്പളങ്ങയും ഒരേ അളവിൽ ചതുര കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. ഇനി നമുക്ക് ചേനയും കടലപ്പരിപ്പും ഒന്ന് വേവിച്ചെടുക്കണം. വേകാൻ വയ്ക്കുന്ന ചേനയിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും കുതിർത്ത് വെച്ച കടലപ്പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി ചേനയുടെ കൂടെ ഇടുക. ഇത് രണ്ടും വെന്തതിന് ശേഷം മാത്രം നമുക്ക് കുമ്പളങ്ങി ഇട്ടാൽ മതിയാവും. അങ്ങനെ ഇത് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഇളക്കി അടച്ച് വേകാൻ വയ്ക്കണം. ഇത് ആദ്യം വെന്ത് വരട്ടെ. പകുതി വേവാകുമ്പോൾ നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുത്താൽ മതിയാവും. അങ്ങനെ ചേന ഒരു പകുതി വേവായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ മുറിച്ച് വെച്ച കുമ്പളങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി വേകുമ്പോഴേക്കും നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കണം. ഞാൻ 1 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1 തേങ്ങൻ്റെ പകുതി അരയ്ക്കാനും പകുതി വറുക്കാനുമാണ് വേണ്ടത്. അരയ്ക്കാനുള്ള തേങ്ങയിലേക്ക് 1 സ്പൂൺ കുരുമുളകും 1 സ്പൂൺ ജീരകവും എടുത്ത് അരയ്ക്കണം. അരയ്ക്കുന്നതിന് മുമ്പായി വറുക്കുന്ന തേങ്ങ ഒന്ന് ജാറിലിട്ട് വെറുതെ ഒന്ന് ചതച്ചെടുക്കണം. അതിനുശേഷം മാത്രം അരച്ചെടുത്താൽ മതിയാവും. കഷ്ണങ്ങൾ വെന്തതിന് ശേഷം 1 കഷ്ണം വെല്ലം നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കണം. മധുരമുള്ള കറി ആയതുകൊണ്ട് തന്നെ ഞാൻ 1 അച്ച് വെല്ലമാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് അലിഞ്ഞു വരണം. വെല്ലമെല്ലാം അലിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ അരച്ചു വെച്ച തേങ്ങ ഇതിലേക്ക് യോജിപ്പിക്കുക. ഒരുപാട് നന്നായി അരയൊന്നും വേണ്ട, ഒരുവിധം അരച്ചാൽ മതിയാവും. അങ്ങനെ നമ്മൾ അരച്ച തേങ്ങയെല്ലാം കറിയിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കണം. തേങ്ങ നന്നായി വെന്ത് വരണം. വെന്തതിന് ശേഷം നമുക്ക് ഈ കറിയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വറുക്കാനുള്ള പരിപാടി നോക്കാം. അതിനായി ചീൻചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ 1 സ്പൂൺ കടുക് പൊട്ടിക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 1 സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കണം. ഈ ഉഴുന്നുപരിപ്പാണ് നമ്മുടെ കൂട്ടുകറിയിലേക്ക് നല്ലൊരു മണം തരുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉഴുന്നുപരിപ്പ് നന്നായി ഒന്ന് ചുവപ്പ് നിറം ആവണ വരെ വറുത്തെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചപ്പെല്ലാം മാറിക്കിട്ടണം. ഈ വറുക്കുന്നതിലാണ് നമ്മുടെ കൂട്ടുകറിയുടെ മണവും ടേസ്റ്റൊക്കെ ഉള്ളത്. ഉഴുന്ന് ഒരു ഗോൾഡൻ നിറം ആവുമ്പോൾ അതിലേക്ക് ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ചിടണം. അത് നന്നായി വഴണ്ടി വരണം. അത് കഴിഞ്ഞ് 2 തണ്ട് കരിവേപ്പില ചേർത്ത് കൊടുക്കുക. കരിവേപ്പിലയിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ മിക്സിയിലിട്ട് ചതച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളമൊന്നും ചേർത്താതെ വെറുതെ ഒന്ന് ചതച്ച് വെച്ചതാണ്. അത് ചേർത്ത് നന്നായി വറുത്ത് കൊടുക്കണം. ഈ തേങ്ങ വറുത്തെടുക്കുമ്പോൾ ഗ്യാസിൻ്റെ തീ ലോ ഫ്ലെയിമിൽ വേണം ഇടണമെങ്കിൽ. കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തേങ്ങ കരിഞ്ഞു പോകും, ആ ഒരു മണം കിട്ടില്ല. അങ്ങനെ നമ്മളൊരു പകുതി വേവായിട്ടുണ്ട് ഇപ്പോൾ തേങ്ങ. കൂടുതൽ എണ്ണ വേണ്ടവർക്ക് അങ്ങനെ ഒഴിക്കാം. ഞാൻ വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇതാ ഈ ഒരു ഗോൾഡൻ നിറത്തിൽ നമുക്ക് തേങ്ങ പാകമാകണം. അത് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ കറിയിൽ തീയൊന്നുമില്ല. അങ്ങനെ നമ്മളുടെ ഈ തേങ്ങയെല്ലാം നമുക്കതിലിട്ടിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഈ തേങ്ങയിലാണ് കൂട്ടുകറിയുടെ മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ സദ്യക്ക് വിളമ്പുന്ന കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.